വരുമാനദായകമായ തൊഴിൽ സംരംഭങ്ങൾ സ്വയം ആരംഭിക്കാൻ തയ്യാറുള്ള വനിതകൾ കേരളത്തിൽ ഉണ്ടാകണം. കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ കടമകളിലൊന്ന് ഇത്തരത്തിലുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് വനിതകൾക്ക് പരിശീലനം നൽകി സംരംഭകരായ സ്ത്രീകളെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൌശല്യ യോജന കേരളയുടെ ഭാഗമായി ഇരിങ്ങാലക്കുട രാജീവ് ഗാന്ധി ടൌൺ ഹാളിൽ സംഘടിപ്പിച്ച കണക്ട് 2024 തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ കേരളത്തിന്റെ സമ്പത്താണ്. അവരുടെ അഭിരുചിക്കും കഴിവിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് കേരള നോളജ് ഇക്കോണമി മിഷനുമായി ചേർന്ന് കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന തൊഴിൽ മേളകളുടെ ലക്ഷ്യം. സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുക. സാമ്പത്തിക സ്വയം പര്യാപ്തത സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രധാനപ്പെട്ട ഉപാധിയാണ്. 18 വയസ്സ് മുതൽ 40 വയസ്സുവരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് ജോലി നേടുന്നതിനും 18 മുതൽ 35 വയസ്സുവരെയുള്ള യുവതി യുവാക്കൾക്ക് സൌജന്യ നൈപുണ്യ പരിശീലനത്തിനുള്ള അവസരവും മേളയിലുണ്ടായിരുന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ അധ്യക്ഷയായ മേളയിൽ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ വിശിഷ്ടാതിഥിയായി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സലീൽ യു സ്വാഗതവും ഗവേണിംഗ് ബോഡി മെമ്പറും ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ KR ജോജോ, ഇരിങ്ങാലക്കുട നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബിൻ CC, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ പുഷ്പവതി, ഇരിങ്ങാലക്കുട കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ശൈലജ ബാലൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ പ്രസാദ് KK നന്ദി അറിയിച്ചു. IT, ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ്, ഇൻഷുറൻസ്, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ നിരവധി മേഖലകളിലേക്കാണ് തൊഴിൽ മേള സംഘടിപ്പിച്ചത്. 42 തൊഴിൽ ദാതാക്കളും 1200-ലധികം ഉദ്യോഗാർത്ഥികളും പരിപാടിയുടെ ഭാഗമായി. 500-ലധികം പേർ ആദ്യഘട്ടം തിരഞ്ഞെടുപ്പിൽ ഇടം നേടി. തൊഴിൽ മേളയോടനുബന്ധിച്ച് DDUGKY, RSEGI എന്നീ കോഴ്സുകളുടെ പ്രചരണാർത്ഥം IEC സ്റ്റാൾ ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നടക്കുന്ന തൊഴിൽ മേളയിൽ നിങ്ങൾക്കൊക്കെ ആഗ്രഹത്തിനൊത്ത തൊഴിലുകളിൽ എത്തിച്ചേരാൻ സാധിക്കും. മുൻപ് മുഴങ്ങിയ ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ ശാക്തീകരണവുമായി